അതെ, നമ്മളിപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് രാവിലെയാണ് ഈ ഒരു പ്രപ്പോസൽ നമുക്ക് തന്നത്. സെൻസർ ബോർഡിന്റെ പ്രപ്പോസൽ പ്രകാരം ജാനകി എന്ന് പറയുന്ന ടൈറ്റിലിന്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള ജാനകി വിദ്യാധരനോ അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യലോ ജാനകി വിയോ അവിടെ വരുത്തണം. അതേപോലെ തന്നെ ജാനകി എന്ന് പറയുന്ന കോടതി രംഗത്തുള്ള ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഞാനത് സിനിമയുടെ പ്രവർത്തകരുമായിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഇവിടെയുണ്ട്. അവരായിട്ട് ചർച്ച ചെയ്തു. അവർക്ക് അതിനകത്ത് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ചോദിച്ചറിഞ്ഞു. അപ്പോൾ മെയിൻ ബുദ്ധിമുട്ട് വന്നത് ടൈറ്റിൽ മാറ്റുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ ജാനകി എന്ന് പറയുന്ന ടൈറ്റിലാണ് ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് അത് മാറ്റുക എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്തു. അത് 1:45 കോടതിയിൽ കേസ് വന്നപ്പോൾ ആ ടൈറ്റിൽ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോടതിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ CBFCയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിന്റെ ഒരു ചെറിയ ഒരു ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏകദേശം 96 കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് 2 ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ഇരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കണം. കാരണം ഞങ്ങൾ സിനിമ ഇവരെന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറയുന്നത് കമേഴ്ഷ്യൽ ആയിട്ട് ചിന്തിക്കേണ്ട ആൾക്കാരും കൂടിയാണ്. കാരണം ഈ സിനിമ ഇപ്പോൾ റിലീസ് വൈകുന്നോറും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള നഷ്ടങ്ങളാണ്. ഇപ്പോൾ OTTയിലും ഇവർ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ആ OTT കരാറും ഏകദേശം ഒരു ലംഘിക്കുന്ന ഒരു അതിർവരമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ OTT കരാറും പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പൊ അവരൊരു കമേഴ്ഷ്യൽ കോൾ എടുത്തതാണ്. അതായത് ഇതിന്റെ ക്രൂ, അതിന്റെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും എല്ലാം കൂടി ഒരു കമേഴ്ഷ്യൽ കോൾ എടുത്തതാണ്. നമ്മളിപ്പോ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 100% വിജയിക്കുന്ന ഒരു കേസാണെന്ന് തന്നെ അറിയാം. പക്ഷെ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലും അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇരു കക്ഷികൾക്കുമുണ്ട്. അപ്പോൾ സിനിമയുടെ റിലീസായിരിക്കും വൈകുന്നത്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആയിട്ട് ഒരു കോൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലുള്ള തീരുമാനമെടുത്തിട്ട് അതായത് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കോടതിയെയും അതേപോലെ തന്നെ CBFC എത്തിക്കാൻ പറ്റിയത്. ഞങ്ങള് എത്രയും പെട്ടെന്ന്, അതായത് 24 മണിക്കൂറിനകം തന്നെ ഈ സിനിമ രണ്ടാമത് CBFCക്ക് സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം. അതിന് പറ്റുമെന്നുള്ളതാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും എൻ്റെ അടുത്ത് പറയുന്നത്. നമ്മൾ കൊടുത്തതിന് ശേഷം 3 ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് തരണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അപ്പോൾ നാളെ, അതായത് 24 മണിക്കൂറിനകം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. കോടതി കേസ് ബുധനാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് നമുക്ക് ചൊവ്വാഴ്ച കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടീം പറയുന്ന അനുസരിച്ചിട്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ചക്കൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, OTTയുടെ പ്രശ്നം. കാരണം വെച്ചാൽ OTTയുടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഓണം സംബന്ധിച്ചിട്ട് ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഓണം റിലീസുകളും ഇതും തമ്മിൽ ക്ലാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കരാറിലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതിന് മുമ്പ് തന്നെ റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് OTTയുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. പുതിയ പേര് വരാൻ പോകുന്നത് 2 സ്ഥലങ്ങളല്ലേ? 2 സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് 3 സെക്കൻഡ് ഉള്ള ഒരു സീനിൽ ഒരു ജാനകി എന്ന് പറയുന്നതും പിന്നെ ഒരു 1.5 മിനിറ്റ് ഉള്ള സീനിൽ ജാനകി എന്ന് വരുന്നതുമാണ് മ്യൂട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മാറ്റേണ്ടത്. ജാനകി വി അല്ലല്ലോ, വി ജാനകി അല്ലേ വരിക? ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഇനി മറ്റു മാറ്റങ്ങളൊന്നുമില്ല. 96 കട്ടുകളാണ് നേരത്തെ പറഞ്ഞത്. അതെല്ലാം മാറി ഇപ്പോ ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. സീൻ കട്ട് ചെയ്യണം നിർദ്ദേശം. അതെ, അതെല്ലാം വന്നിരുന്നു. ഇപ്പോ അതെല്ലാം മാറി ഇപ്പോ ഇതിനകത്തേക്ക് വന്നിരിക്കണം അന്തിമമായിട്ട്. സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ, ഇപ്പൊ അവർ കൊടുത്ത അഫിഡവിറ്റിൽ ഒരു പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളല്ല അവർ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ്. പക്ഷെ നമ്മളിപ്പോ മെറിറ്റിലേക്ക് കടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. കോടതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ മെറിറ്റിലേക്ക് കടക്കാത്തത് കാരണം പിന്നെ അതിനകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലാത്ത കാരണം അതൊന്നും നമ്മൾ ബാധിച്ചില്ലെന്ന് മാത്രം. അല്ല, എസ്പെഷ്യലി ഡിസ്പ്യൂട്ട് വന്നത് വിദ്യാധരൻ എന്നുള്ള പേരിലല്ലോ, ജാനകി എന്നുള്ളതല്ലേ. അപ്പൊ വിദ്യാധരന്റെ അബ്രിവേഷനായിട്ട് വി ഇടണം എന്ന് പറയുന്നതിൽ തന്നെ ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർഗങ്ങളും ഇരു കക്ഷികളും എടുക്കും. കാരണം ഇത് എങ്ങനെയും ഇത് റിലീസാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ പറയുന്ന 96 കട്ടുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തായാലും ചിലപ്പോൾ CBFCക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതാണ് CBFCയുടെ വക്കീലെന്ന് കോടതിയിൽ പറഞ്ഞത്. അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അമിക്കബിൾ, അല്ലെങ്കിൽ 2 കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ 2 കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഏകദേശം ഇതിനുവേണ്ടി എത്ര സമയം ഏകദേശം എടുക്കുമായിരിക്കും?
ഈ 24 മണിക്കൂറിനുള്ളിൽ വെക്കാൻ പറ്റുമോ ഇനി പുതിയ പതിപ്പ്? അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട, എഡിറ്ററും ഒരു കൂട്ടായ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു VFX എല്ലാം കൂടെ വരേണ്ടതാണ്. അപ്പം എങ്ങനെയാലും ഒരു 24 അവേഴ്സിനകത്ത് ഒരു ഡേ ഓഫ് ടുമോറോ നമുക്ക് റീസെൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. വിചാരണ രംഗത്തിലൊക്കെ മ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? എങ്ങനെ വിചാരണ രംഗത്തിലല്ലേ മ്യൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ? അത് ബുദ്ധിമുട്ടാവുമോ പടത്തിന്? 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് വെബ്സൈറ്റ് സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ചില സീനുകൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിന്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് രാവിലെ കൊടുത്ത അഫിഡവിറ്റിൽ വെച്ചിട്ട്. താങ്കൾക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നി? സാർ പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിഷയമാണ്. അത് കണ്ടെന്ന് തോന്നുന്നു ചെയ്യുന്നില്ലേ, വായിച്ചിരുന്നു തോന്നുന്നില്ലേ? അത് നമുക്ക് പുറത്തുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പേര് മാറ്റുന്നതിലൂടെ കണ്ടന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും? സിനിമയുടെ കോണ്ടന്റിലെ മാറ്റം സാധ്യത കുറവാണ്. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരാശയുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര വലിയ പോരാട്ടത്തിലൂടെ വലിയൊരു വിജയം നേടാനായി എന്ന് പ്രവീണിപ്പോൾ ഒരു അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമ ഇറക്കാനുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് 2-3 വർഷമായിട്ട് ഒരുപോലെ എന്റെ പുറകെ നിന്ന് ഒരു ആൾക്കാരാണ് ഈ പ്രൊഫഷണൽക്ക് ഇത്രയും പേര്. പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തെ ഇതുവരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഫനീന്ദ്രകുമാർ, ഹീസ് ഫ്രം ചെന്നൈ കോസ്മോസ് എന്റർടൈൻമെന്റ്. അപ്പം ഇത്രയും പേര്, സുജിത്തേട്ടൻ, മോനേട്ടൻ, കിരൺ, എല്ലാവരും ഉണ്ട്. സേജേട്ടാ വലിയ ടെൻഷനായിരുന്നു നിർമ്മാതാവിനെ എപ്പോഴത്തേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കരുതുന്നത്? കാരണം പോസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ അടക്കണം. ഇനി ഇതിന്റെ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് നമ്മൾ ഈ നാളെയോ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് വിതിൻ 3 വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓണം സിനിമകളൊക്കെ വരുന്ന ഒരു ടൈമാണ് വരുന്നത്. അപ്പം ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ഡിസ്ട്രിബ്യൂട്ടറാണ്. 18th ആണ് അദ്ദേഹം റിലീസ് പ്ലാൻ ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. 18th തന്നെയാണ്. സർട്ടിഫിക്കറ്റ് 3 ദിവസത്തിനുള്ളിൽ കിട്ടത്തില്ലേ? അല്ല, പരിഷ്കരിച്ച പതിപ്പ് കൊടുക്കുന്ന മുറയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞ പോലൊന്നും അല്ല. CBFC സൈഡിൽ No, it's not about the co-decision. It was collectively decided. Release of the film. We are concerned about the release of the film. We have accepted the court has suggested to us. So are you happy with the change, the decision of the court? No, it's not the happiness. It's at least we are moving forward. That's what matters now. What is the decision upon this substitution or muting? What do you think? We have agreed to it, so it has I been. know you are agreed, but I am asking muting or substitution. What do you think? What do you decide? So, sorry, I didn't get you. You are going to mute or No, we are going to mute. Mute substitution, not substitution. We are going to. Okay.